ചെക്കനിത് പ്രാന്തായ ദൈവമേ അവനെ കാത്തോളണേ. എന്താ അമ്മ? അതാ ഞാൻ ചോദിച്ചത്. എന്താ? അല്ല, ഞാൻ കേശു വന്നത് നോക്കുവായിരുന്നു. ഞാൻ വന്നു. ആ അല്ല, നീ വന്നു ഞാൻ നോക്കിയപ്പോഴേ അമ്മ എന്നെ കണ്ട്. എന്താ അമ്മ? അല്ല, നീ നോക്കണണ്ടപ്പോ എനിക്ക്. ആ അത് ഞാൻ നോക്കിയപ്പോ നിവൻ അമ്പലത്തിൽ പോയി. കേശു നീ അമ്പലത്തിൽ പോയാടാ? ഓ പോയി. ഇന്നെന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു ആരെങ്കിലും? ബർത്ത്ഡേ ഉണ്ടെങ്കിൽ മാത്രമേ അമ്പലത്തിൽ പോകാൻ പാടുള്ളൂ. അല്ല അങ്ങനെയില്ല, നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അമ്പലത്തിലൊക്കെ പോവാലോ. ആ പോവാ. അല്ല എന്തെങ്കിലും പ്രത്യേകത പൂജയോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാട് കഴിക്കാനോ നേർച്ചയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവാലോ. വെറുതെ അമ്പലത്തിൽ പോയി തൊഴിട്ട് വരാൻ പറ്റില്ലേ? പറ്റും. ഒരു ദുരുദ്ദേശമില്ലാതെ അമ്പലത്തിൽ പോയിട്ട് തൊഴാനും പറ്റും. നീയാ എന്തായാലും അമ്പലത്തിലൊന്നും പോക്കില്ല. അവനെങ്കിലും പോട്ടെ, നിനക്ക് എന്ത് പ്രശ്നം? ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു. എന്താണ്? അല്ല കേശു അമ്പലത്തിൽ പോയുള്ള വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. വിശേഷം? എന്ത് വിശേഷം? ബഹുവിശേഷം. ഇടക്കിടക്ക് ഇങ്ങനെ കുത്തി കുത്തിയുള്ള സംസാരം എനിക്ക് മനസ്സിലാവണമെന്ന് വിചാരിക്കണേ കേട്ടാ. ഡാ എനിക്കെല്ലാവരും മനസ്സിലായി. എന്തായാലും കേറിപ്പോടാ. ഞാനിത് കേൾക്കണം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നുള്ളതാണ് സത്യം. എന്നിട്ടും എൻ്റെ അച്ഛനും അമ്മയും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നും പിന്നെ എൻ്റെ സഹോദരങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞാൻ ഇത് കേൾക്കണം. അതെ, അതുപോലെ തന്നെ നാട്ടിലുള്ള പലവർക്ക് വേണ്ടിയിട്ട് അവൻ സെപ്പറേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാരുടെ പേരിലും നാളിലൊക്കെ നമുക്ക് പൂജ വഴിപാടൊക്കെ ചെയ്യാലോ. ഇതൊരു വഴിപാടിന്റെ കാര്യമൊക്കെ പറയണം. വഴിപാടൊക്കെ അമ്പലത്തിൽ പോണവരൊക്കെ ചെയ്തോളൂ. നിങ്ങൾ എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നു? ഞാൻ ജംഗ്ഷൻ വരെ പോയിരുന്നു. പറഞ്ഞ വഴിയിലെ ഒരാളെ കണ്ട് ഏകദേശം ഒരു 10-75 വയസ്സ് വരും. കുറേ കാര്യങ്ങൾ സംസാരിച്ച് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞ കൃഷിയുടെ കാര്യത്തെ പറ്റിയാണ്. പറഞ്ഞപ്പോൾ പുള്ളി പടവലംകാരനാണ്. പിന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ പുള്ളിയുടെ മോളെയാണ് ഞാൻ കെട്ടിയിരിക്കുന്നത്. അന്ന് അയാളുടെ കഷ്ടകാലം തുടങ്ങി. അല്ല പുള്ളി ചോദിച്ചു ഇതിന്റെ കഷ്ടകാലം തീർന്നില്ലേ ചോദിച്ചു. ഞാൻ അടുക്കളയിൽ പോവാണേ. കൂത്തമ്പലത്തിൽ വെച്ച് കുറുമൊഴിക്കുന്നിൽ വെച്ച് കുപ്പിവള ചിരിച്ചുടഞ്ഞു. നല്ല പാട്ട്, സിറ്റുവേഷന് പറ്റിയ പാട്ടല്ലേ? നല്ല പാട്ടല്ലേ? ചിരിച്ചുടഞ്ഞു. അമ്പലത്തിൽ പോയിട്ട് വന്ന ഫുൾ പോസിറ്റീവ് മൈൻഡ് കളഞ്ഞു എല്ലാം കൂടെ. ഈയിടെയായിട്ട് നിനക്ക് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ ഇത്തിരി പോസിറ്റീവ് കൂടുതലാണ്. കൂത്തമ്പലത്തിൽ കുറുമൊഴിക്കുന്നിൽ വച്ചു കുപ്പിവെള്ള ചിരിച്ചുടഞ്ഞു. കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴിക്കുന്നിൽ വെച്ചോ കുപ്പിവള ചിരിച്ചുടഞ്ഞു. കാറ്റിൽ കുപ്പിവള ചിരിച്ചുടഞ്ഞു.